നെഹെമിയ അധ്യായം 1. നെഹെമിയായുടെ പ്രാർത്ഥന. ഹക്കാലിയായുടെ പുത്രൻ നെഹെമിയായുടെ വാക്കുകൾ. അർത്താക്സക്സസിൻ്റെ 20-ാം ഭരണവർഷം കിസ്ലേവ് മാസം ഞാൻ തലസ്ഥാനമായ സൂസായിലായിരുന്നു. എൻ്റെ സഹോദരരിൽ ഒരുവനായ ഹനാനി ഏതാനും ആളുകളോടുകൂടെ യൂദായിൽ നിന്ന് വന്നു. പ്രവാസത്തെ അതിജീവിച്ച യഹൂദരെയും ജെറൂസലേമിനെയും കുറിച്ച് ഞാൻ അവരോട് ആരാഞ്ഞു. അവർ പറഞ്ഞു, പ്രവാസത്തെ അതിജീവിച്ച് ദേശത്ത് കഴിയുന്നവർ കഷ്ടതയിലും അപമാനത്തിലുമാണ്. ജെറൂസലേം മതിലുകൾ തകർന്ന് കവാടം അഗ്നിക്കിരയായി അതേപടി കിടക്കുന്നു. ഇത് കേട്ട് ഞാൻ നിലത്തിരുന്ന് കരഞ്ഞു. ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമായ കർത്താവെ, തന്നെ സ്നേഹിക്കുകയും തൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവരോട് ഉടമ്പടി പാലിക്കുകയും കാരുണ്യം കാട്ടുകയും ചെയ്യുന്ന ഉന്നതനും ഭീതികരനുമായ ദൈവമേ, അവിടുത്തെ ദാസരായ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഈ ദാസൻ രാവും പകലും അങ്ങയുടെ മുൻപിൽ പ്രാർത്ഥിക്കുന്നു. ഈ ദാസനെ കടാക്ഷിച്ച് പ്രാർത്ഥന ശ്രവിക്കണമേ. അവിടുത്തെ ജനമായ ഞങ്ങൾ അങ്ങേക്കെതിരെ ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറയുന്നു. ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. അങ്ങേക്കെതിരെ ഞങ്ങൾ കഠിനമായ തെറ്റ് ചെയ്തു. അങ്ങയുടെ ദാസനായ മോശ വഴി അങ്ങ് നൽകിയ കൽപ്പനകളും ചട്ടങ്ങളും അനുശാസനങ്ങളും ഞങ്ങൾ പാലിച്ചില്ല. അങ്ങയുടെ ദാസനായ മോശയോട് അങ്ങ് കൽപ്പിച്ച ഈ വാക്കുകൾ അനുസ്മരിക്കുക. അവിശ്വസ്തത കാട്ടിയാൽ നിന്നെ ഞാൻ ജനതകൾക്കിടയിൽ ചിതറിക്കും. എന്നാൽ എൻ്റെ അടുക്കലേക്ക് മടങ്ങി എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിന്റെ ജനം എത്ര ദൂരത്തേക്ക് ചിതറിക്കപ്പെട്ടാലും എൻ്റെ നാമത്തിന് വസിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് അവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും. അവിടുത്തെ മഹത്തായ കരബലത്താൽ വീണ്ടെടുത്ത അവിടുത്തെ ദാസന്മാരും ജനവുമാണ് അവർ. കർത്താവെ, ഈ ദാസന്റെയും അവിടുത്തെ നാമമണങ്ങുന്ന ഇതര ദാസരുടെയും പ്രാർത്ഥന ശ്രവിക്കണമേ. അവിടുത്തെ ദാസന് ഇന്ന് വിജയമരുളണമേ. ഈ മനുഷ്യന് എന്നോട് കരുണ തോന്നാൻ ഇടയാക്കണമേ. ഞാൻ രാജാവിൻ്റെ പാനപാത്രവാഹകൻ ആയിരുന്നു. നെഹെമിയ അധ്യായം 2. നെഹെമിയ ജെറൂസലേമിലേക്ക്. അർത്താക്സർക്സസ് രാജാവിൻ്റെ 20-ാം ഭരണവർഷം നിസാൻ മാസം ഞാൻ രാജാവിന് വീഞ്ഞു പകർന്നു കൊടുത്തു. ഇതിനു മുൻപ് മ്ലാനവദനായി രാജാവ് എന്നെ കണ്ടിട്ടില്ല. രാജാവ് എന്നോട് ചോദിച്ചു, രോഗമില്ലാതിരുന്നിട്ടും എന്തേ നിന്റെ മുഖം മ്ലാനമായിരിക്കുന്നു? ഹൃദയവ്യഥയല്ലാതെ മറ്റൊന്നല്ലിത്. അപ്പോൾ ഭയത്തോടെ ഞാൻ പറഞ്ഞു, രാജാവ് നീണാൾ വാഴട്ടെ. എൻ്റെ പിതാക്കന്മാർ നിദ്ര കൊള്ളുന്ന നഗര കവാടങ്ങൾ കത്തി ശൂന്യമായി കിടക്കുമ്പോൾ എൻ്റെ മുഖം എങ്ങനെ പ്രസന്നമാകും? രാജാവ് ചോദിച്ചു, എന്താണ് നിന്റെ അപേക്ഷ? സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചതിനു ശേഷം ഞാൻ രാജാവിനോട് പറഞ്ഞു, രാജാവിന് ഇഷ്ടമെങ്കിൽ ഈ ദാസനോട് പ്രീതി തോന്നുന്നെങ്കിൽ എൻ്റെ പിതാക്കന്മാർ നിദ്രകൊള്ളുന്ന നഗരം പുനരുദ്ധരിക്കുന്നതിന് എന്നെ യൂദായിലേക്ക് അയച്ചാലും. രാജാവ് ചോദിച്ചു, എത്ര നാളത്തേക്കാണ് നീ പോകുന്നത്? എന്ന് മടങ്ങി വരും? ഞാൻ കാലാവധി പറഞ്ഞു. അവൻ എന്നെ പോകാൻ അനുവദിച്ചു. അപ്പോൾ രാജ്ഞിയും സമീപത്തുണ്ടായിരുന്നു. ഞാൻ രാജാവിനോട് അഭ്യർത്ഥിച്ചു, നദിക്കക്കരെയുള്ള പ്രദേശത്തൂടെ യൂദായിൽ എത്താനുള്ള അനുവാദത്തിന് അവിടുത്തെ ഭരണാധിപന്മാർക്ക് ദയവായി കത്തുകൾ തന്നാലും. ദേവാലയത്തിൻ്റെ കോട്ടവാതിലുകൾക്കും നഗരഭിത്തിക്കും എനിക്ക് താമസിക്കാനുള്ള വീടിനും ആവശ്യമുള്ള തടി നൽകുന്നതിന് രാജാവിൻ്റെ ധനകാര്യ വിചാരകനായ ആസാഫിനുള്ള കത്തും നൽകിയാലും. എൻ്റെ അപേക്ഷ രാജാവ് അനുവദിച്ചു. ദൈവത്തിൻ്റെ കരുണ എൻ്റെ മേലുണ്ടായിരുന്നു. ഞാൻ നദിക്കക്കരെയുള്ള ഭരണാധിപന്മാരെ സമീപിച്ച് രാജാവിൻ്റെ കത്തുകൾ ഏൽപ്പിച്ചു. രാജാവ് സേനാനായകന്മാരെയും കുതിരപ്പടയാളികളെയും എന്നോടൊപ്പം അയച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇസ്രായേൽ ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരുവൻ വന്നിരിക്കുന്നുവെന്ന് കേട്ട് ഹെറോണ്യനായ സൻബല്ലാത്തും അമ്മോന്യനായ തോബിയ എന്ന ദാസനും അത്യന്തം അസന്തുഷ്ടരായി. ഞാൻ ജെറൂസലേമിലെത്തി 3 ദിവസം അവിടെ കഴിഞ്ഞു. ഞാനും കൂടെയുണ്ടായിരുന്ന ചിലരും രാത്രിയിൽ എഴുന്നേറ്റു. ജെറൂസലേമിന് വേണ്ടി ചെയ്യാൻ എൻ്റെ ദൈവം മനസ്സിൽ തോന്നിച്ചത് ഞാൻ ആരെയും അറിയിച്ചില്ല. സവാരി ചെയ്തിരുന്ന മൃഗമല്ലാതെ വേറൊന്നും കൂടെ ഉണ്ടായിരുന്നില്ല. രാത്രിയിൽ ഞാൻ താഴ്വരവാതിലിലൂടെ കുറുനരിയുറവ കടന്ന് ചവറ്റുവാതിലിൽ എത്തി. ജെറൂസലേമിൻ്റെ തകർന്ന മതിലുകളും കത്തിനശിച്ച വാതിലുകളും പരിശോധിച്ചു. അവിടെ നിന്ന് ഞാൻ
ഉറവവാതിലിലേക്കും രാജവാബിയിലേക്കും പോയി. എന്നാൽ എൻ്റെ സവാരി മൃഗത്തിന് കടന്നുപോകാൻ ഇടയിലായിരുന്നു. അതിനാൽ രാത്രിയിൽ ഞാൻ താഴ്വരയിലൂടെ കയറി ചെന്ന് മതിൽ പരിശോധിച്ചു. തിരിച്ച് താഴ്വരവാതിലിലൂടെ മടങ്ങിപ്പോന്നു. ഞാൻ എവിടെ പോയെന്നും എന്തു ചെയ്തെന്നും സേനാനായകന്മാർ അറിഞ്ഞില്ല. യഹൂദർ, പുരോഹിതർ, പ്രഭുക്കന്മാർ, സേവകന്മാർ എന്നിവരെയും ജോലിക്കാരെയും ഞാൻ വിവരം അറിയിച്ചിരുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞു, നമ്മുടെ ദുസ്ഥിതി നിങ്ങൾ കാണുന്നില്ലേ? ജെറുസലേം വാതിലുകൾ കത്തി നശിച്ചു കിടക്കുന്നു. വരുവിൻ, നമുക്ക് ജെറൂസലേമിൻ്റെ മതിൽ പണിയാം. മേലിൽ ഈ അവമതി നമുക്ക് ഉണ്ടാകരുത്. എൻ്റെ ദൈവത്തിൻ്റെ കരം എനിക്ക് സഹായത്തിന് ഉണ്ടായിരുന്നെന്നും രാജാവ് എന്നോട് എന്തു പറഞ്ഞെന്നും ഞാൻ അവരെ അറിയിച്ചു. നമുക്ക് പണി തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ജോലിക്ക് തയ്യാറായി. എന്നാൽ ഹൊറോണ്യനായ സൻബല്ലാത്തും അമ്മോന്യനായ തോബിയ എന്ന ദാസനും അറേബ്യനായ ഗഷേമും ഇത് കേട്ട് ഞങ്ങളെ പരിഹസിച്ചു പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? രാജാവിനോടാണോ മത്സരം? ഞാൻ മറുപടി നൽകി, സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും. അവിടുത്തെ ദാസന്മാരായ ഞങ്ങൾ പണിയും. എന്നാൽ നിങ്ങൾക്ക് ജെറൂസലേമിൽ ഓഹരിയോ അവകാശമോ സ്മാരകമോ ഉണ്ടായിരിക്കുകയില്ല. നെഹെമിയ അധ്യായം 3. മതിൽ പുനരുദ്ധരിക്കുന്നു. പ്രധാന പുരോഹിതനായ എലിയാഷിബ് സഹപുരോഹിതന്മാരോടൊത്ത് അജകവാടം പണിതു. അവർ അതിൻ്റെ പ്രതിഷ്ഠാകർമ്മം നടത്തുകയും കതകുകൾ പിടിപ്പിക്കുകയും ചെയ്തു. ശതഗോപുരവും ഹനനേൽ ഗോപുരവും വരെ പണിത് പ്രതിഷ്ഠാകർമ്മം നടത്തി. അതിനോട് ചേർന്ന ഭാഗം ജെറീക്കോക്കാരും അതിനപ്പുറം ഇമ്രിയുടെ പുത്രൻ സക്കൂറും പണിതു. ഹസേനായുടെ പുത്രന്മാർ മത്സ്യകവാടം പണിത് അതിന് ഉത്തരം, കതകുകൾ, കുറ്റികൾ, ഓടാമ്പലുകൾ എന്നിവ ഘടിപ്പിച്ചു. അടുത്ത ഭാഗം ഹക്കോസിന്റെ പുത്രനായ ഊറിയായുടെ പുത്രൻ മെറേമോത്ത് പുതുക്കി പണിതു. തുടർന്നുള്ള ഭാഗം മെഷേസാബേലിന്റെ പുത്രനായ ബെറക്കിയായുടെ പുത്രൻ മെഷുല്ലാം പണിതു. അടുത്ത ഭാഗം ബാനായുടെ പുത്രൻ സാദോക്ക് പുതുക്കി പണിതു. തെക്കോവക്കാരാണ് അടുത്ത ഭാഗം പണിതത്. എന്നാൽ മേലാളന്മാർ നിശ്ചയിച്ച ജോലി പ്രമുഖന്മാർ ചെയ്തില്ല. പാസയായുടെ പുത്രൻ യോയാദായും ബെസോദയായുടെ പുത്രൻ മെഷുല്ലാമും കൂടി പ്രാചീന കവാടം പുതുക്കിപ്പണിത് ഉത്തരം, കതകുകൾ, കുറ്റികൾ, ഓടാമ്പലുകൾ എന്നിവ ഉറപ്പിച്ചു. ഗിബയോൻകാരനായ മെലാത്തിയായും മെറോനോത്യനായ യാദോനും ഗിബയോനിലെയും മിസ്പായിലെയും ആളുകളും തുടർന്നുള്ള ഭാഗം പണിതു. ഇവർ നദിക്കക്കരെയുള്ള ദേശത്തിന്റെ അധിപതിമാരുടെ കീഴിലായിരുന്നു. തുടർന്നുള്ള ഭാഗം സ്വർണപ്പണിക്കാരനായ ഹർഹായിയുടെ പുത്രൻ ഉസിയേൽ പണിതു. പിന്നീടുള്ള ഭാഗം സുഗന്ധദ്രവ്യ വ്യാപാരിയായ ഹനാനിയ പണിതു. അങ്ങനെ അവർ വിശാല മതിൽ വരെ ജെറൂസലേം പുനരുദ്ധരിച്ചു. ജെറൂസലേമിന്റെ അർദ്ധഭാഗത്തിന്റെ അധിപനായ ഹൂറിന്റെ പുത്രൻ റഫായ അടുത്ത ഭാഗം പണിതു. ഹറുമാഫിന്റെ പുത്രൻ യദായ തന്റെ വീടിന് നേരെയുള്ള ഭാഗം പണിതു. ഹഷാബനായയുടെ പുത്രൻ ഹത്തുഷ് തുടർന്നുള്ള ഭാഗം പണിതു. ഹാറിമിന്റെ പുത്രൻ മൽക്കിയായും പഹാത്ത് മവാബിന്റെ പുത്രൻ ഹഷൂബും അടുത്ത ഭാഗവും ചൂളഗോപുരവും പണിതു. അടുത്ത ഭാഗം ജെറൂസലേമിന്റെ മറ്റേ അർദ്ധഭാഗത്തിന്റെ അധിപനായ ഹല്ലോഹെഷിന്റെ പുത്രൻ ഷല്ലൂമും പുത്രന്മാരും പണിതു. ഹാനൂനും സാനോ നിവാസികളും താഴ്വര കവാടം പുതുക്കി. അതിന് കതകുകൾ, കുറ്റികൾ, ഓടാമ്പലുകൾ എന്നിവ ഘടിപ്പിക്കുകയും ചവറ്റുവാതിൽ വരെ 1000 മുഴം നീളത്തിൽ മതിലിന്റെ അറ്റകുറ്റപ്പണി തീർക്കുകയും ചെയ്തു. ബെത് ഹക്കേറേം പ്രദേശത്തിന്റെ അധിപനും റേഖാബിന്റെ പുത്രനുമായ മൽക്കിയ ചവറ്റുവാതിൽ പുതുക്കിപ്പണിത് അതിന് കതകുകൾ, കുറ്റികൾ, ഓടാമ്പലുകൾ എന്നിവ പിടിപ്പിച്ചു. മിസ്പായുടെ അധിപനും കൊൽഹോസയുടെ പുത്രനുമായ ഷല്ലും ഉറവവാതിൽ പുതുക്കിമേഞ്ഞ് കതകുകൾ, കുറ്റികൾ, ഓടാമ്പലുകൾ എന്നിവ ഘടിപ്പിച്ചു. അവൻ രാജകീയ ഉദ്യാനത്തിലെ ഷേലാക്കുളം കെട്ടിച്ച് ദാവീദിന്റെ നഗരത്തിലേക്ക് ഇറങ്ങുന്ന കോണിപ്പടി വരെ പണി തീർത്തു. ബെത്സൂറിന്റെ അർദ്ധഭാഗത്തിന്റെ അധിപനും അസ്ബുക്കിന്റെ പുത്രനുമായ നെഹമിയ ദാവീദിന്റെ ശവകുടീരത്തിന് എതിർഭാഗം വരെയും കൃത്രിമവാബി വരെയും പടത്താവളം വരെയും അറ്റകുറ്റപ്പണികൾ നടത്തി. തുടർന്നുള്ള ഭാഗം ലേവ്യർ പണിതു. ബാനിയുടെ പുത്രൻ രേഹും അടുത്ത ഭാഗം പണിതു. തുടർന്ന് കെയിലായുടെ അർദ്ധഭാഗത്തിന്റെ അധിപതിയായ ഹഷാബിയ തന്റെ ദേശത്തെ പ്രതിനിധാനം ചെയ്ത് പണി നടത്തി.
തുടർന്നുള്ള ഭാഗം കെയിലായുടെ മറ്റേ അർദ്ധഭാഗത്തിന്റെ അധികാരിയും ഹെനദാദിന്റെ പുത്രനുമായ ബാവായിയും ചാർച്ചക്കാരും ചേർന്ന് പണിതു. തുടർന്ന് മിസ്പയുടെ ഭരണാധികാരിയും യേശുവയുടെ പുത്രനുമായ യേസർ മതിൽ തിരിയുന്നിടത്തെ ആയുധപുരയിലേക്കുള്ള കുന്നിനെതിരെയുള്ള ഭാഗം പണിതു. അവിടെ മുതൽ പ്രധാന പുരോഹിതൻ എലിയാഷിബിന്റെ ഭവന കവാടം വരെ സാബായിയുടെ പുത്രൻ ബാറുക്ക് പുതുക്കി പണിതു. അവിടെ മുതൽ എലിയാഷിബിന്റെ വീടിന്റെ അതിർത്തി വരെയുള്ള ഭാഗം ഹക്കോസിന്റെ പുത്രനായ ഊറിയായുടെ പുത്രൻ മെറേമോത്ത് പണിതു. പിന്നീടുള്ള ഭാഗം ജെറൂസലേമിന് ചുറ്റും വസിച്ചിരുന്ന പുരോഹിതന്മാർ പണിതു. തുടർന്ന് ബെഞ്ചമിനും ഹാഷൂബും തങ്ങളുടെ വീടിന് നേരെയുള്ള ഭാഗം പുതുക്കി പണിതു. അനനിയായുടെ പുത്രനായ മാസയായുടെ പുത്രൻ അസറിയ തന്റെ വീടിനോട് ചേർന്ന ഭാഗം തുടർന്ന് പണിതു. അവനുശേഷം ഹനാദാദിന്റെ പുത്രൻ ബിന്നൂയി അസറിയായുടെ വീട് മുതൽ മതിൽ തിരിയുന്നതുവരെയുള്ള ഭാഗം പണിതു. അവിടെ കാവൽഭടന്മാരുടെ അങ്കണത്തിലേക്ക് തള്ളി നിൽക്കുന്ന കൊട്ടാര ഗോപുരത്തിന്റെ എതിർവശത്തുള്ള ഭാഗം ഉസായിയുടെ പുത്രൻ പലാൽ പണിതു. പറോഷിന്റെ പുത്രൻ പെദായായും ഓഫൽ നിവാസികളായ ദേവാലയ ശുശ്രൂഷകരും കിഴക്കുവശത്തെ ജലകവാടത്തിനും തള്ളി നിൽക്കുന്ന ഗോപുരത്തിനും എതിരെയുള്ള ഭാഗം പണിതു. വലിയ ഗോപുരത്തിന്റെ എതിരെ ഓഫൽ ഭിത്തി വരെയുള്ള ഭാഗം തെക്കോവാക്കാർ പുതുക്കി പണിതു. അശ്വകവാടം മുതൽ തങ്ങളുടെ വീടിന് നേരെയുള്ള ഭാഗം പുരോഹിതന്മാർ പണിതു. തുടർന്ന് ഇമ്മറിന്റെ പുത്രൻ സാദോക്ക് തന്റെ വീടിന് എതിരെയുള്ള ഭാഗം പണിതു. കിഴക്കേ കവാട സൂക്ഷിപ്പുകാരനായ ഷെക്കാനിയായുടെ പുത്രൻ ഷെമായിയ തുടർന്നുള്ള ഭാഗം പണിതു. അടുത്ത ഭാഗം ഷെലേമിയായുടെ പുത്രൻ ഹനാനിയായും സാലാഫിന്റെ 6ാമത്തെ പുത്രൻ ഹാനൂനും പുതുക്കി പണിതു. ബെറക്കിയായുടെ പുത്രൻ മെഷുല്ലാം തന്റെ വീടിനെതിരെയുള്ള ഭാഗം തുടർന്ന് പുതുക്കി പണിതു. അവനുശേഷം സ്വർണപ്പണിക്കാരനായ മൽക്കിയ ഭടന്മാരെ വിളിച്ചുകൂട്ടുന്ന മതിൽ തിരിയുന്നിടത്തെ കവാടത്തിന്റെയും മാളികമുറിയുടെയും എതിർവശം ദേവാലയ ശുശ്രൂഷകരുടെയും വ്യാപാരികളുടെയും വീട് വരെ പുതുക്കി പണിതു. അവിടെ മുതൽ അജകവാടം വരെയുള്ള ഭാഗം സ്വർണപ്പണിക്കാരും വ്യാപാരികളും പുതുക്കി പണിതു. നെഹെമിയ അധ്യായം 4. മതിൽ പണിക്ക് തടസ്സം. ഞങ്ങൾ മതിൽ നിർമ്മിക്കുന്നുവെന്ന് കേട്ട് സൻബല്ലാത്ത് ക്രുദ്ധനായി. അവൻ ഞങ്ങളെ പരിഹസിച്ചു. അവൻ ചാർച്ചക്കാരുടെയും സമരിയ സൈന്യത്തിന്റെയും മുമ്പാകെ യഹൂദരെ പരിഹസിച്ചു പറഞ്ഞു, ദുർബലന്മാരായ ഈ യഹൂദർ എന്താണ് ചെയ്യുന്നത്? അവർ എല്ലാം പുനരുദ്ധരിക്കുകയും ബലിയർപ്പിക്കുകയും ഒറ്റ ദിവസം കൊണ്ട് പണി തീർക്കുകയും ചെയ്യാമെന്ന് വ്യാമോഹിക്കുന്നു. കത്തി നശിച്ച അവശിഷ്ടങ്ങളിൽ നിന്ന് പണിയാൻ കല്ല് വീണ്ടെടുക്കാൻ കഴിയുമോ? അവന്റെ സമീപത്ത് നിന്ന അമോന്യനായ തോബിയ പറഞ്ഞു, ശരിയാണ്, അവരെന്താണ് ഈ പണിയുന്നത്? ഒരു കുറുനരി കയറിയാൽ മതി, അവരുടെ കന്മതിൽ പൊളിഞ്ഞു വീഴും. ഞങ്ങളുടെ ദൈവമേ, ശ്രവിക്കണമേ, ഞങ്ങൾ നിന്ദിക്കപ്പെടുന്നു. അവരുടെ പരിഹാസം അവരുടെ ശിരസുകളിൽ തന്നെ പതിക്കാൻ ഇടയാക്കണമേ. ശത്രുക്കൾ അവരെ കൊള്ളയടിക്കുകയും തടവുകാരാക്കുകയും ചെയ്യട്ടെ. അവരുടെ കുറ്റം മറയ്ക്കരുതേ. അങ്ങയുടെ ദൃഷ്ടിയിൽ നിന്ന് പാപം മറച്ചു കളയരുതേ. പണിയുന്നവരുടെ മുൻപാകെ അവർ അങ്ങയെ പ്രകോപിപ്പിച്ചുവല്ലോ. ഞങ്ങൾ മതിൽ പണി തുടർന്നു. ജനം ഉത്സാഹപൂർവം പണിതു. മതിൽ ചുറ്റും പകുതി കെട്ടി ഉയർത്തി. എന്നാൽ സൻബല്ലാത്തും തോബിയായും അറബികളും അമ്മോന്യരും അഷ്ദോദ്യരും ജെറൂസലേം മതിലിന്റെ പുനർനിർമ്മാണം പുരോഗമിക്കുന്നെന്നും വിടവുകൾ അടഞ്ഞു തുടങ്ങിയെന്നും കേട്ട് കോപാക്രാന്തരായി. ജെറൂസലേമിനെതിരെ പൊരുതാനും കലാപം സൃഷ്ടിക്കാനും അവർ ഉപായം തേടി. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവർക്കെതിരെ രാവും പകലും കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ യൂദ പറഞ്ഞു, ചുമട്ടുകാർ തളർന്നു തുടങ്ങി. ചപ്പുചവറുകൾ വളരെയുണ്ട്. മതിൽ പണിയാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ശത്രുക്കൾ പറഞ്ഞു, നാം അവരുടെ ഇടയിൽ കടന്ന് അവരെ കൊല്ലുകയും പണി തടയുകയും ചെയ്യുന്നതുവരെ അവർ അറിയുകയോ കാണുകയോ ചെയ്യരുത്. ശത്രുക്കളുടെ ഇടയിൽ പാർത്തിരുന്ന യഹൂദർ 10 പ്രാവശ്യം ഞങ്ങളെ അറിയിച്ചു, അവർ എല്ലായിടത്തു നിന്ന് നമുക്കെതിരെ വരും. അതിനാൽ ഞാൻ ജനത്തെ കുടുംബക്രമത്തിൽ വാൾ, കുന്തം, വില്ല് എന്നിവയുമായി മതിലിന് പുറകിൽ തുറസായ സ്ഥലത്ത് മതിലിന് പൊക്കം പോരാത്തിടത്ത് അണിനിരത്തി. ഞാൻ ചുറ്റും നോക്കി. ശ്രേഷ്ഠന്മാരോടും നായകന്മാരോടും ജനത്തോടും പറഞ്ഞു, അവരെ ഭയപ്പെടേണ്ട. നിങ്ങളുടെ സഹോദരന്മാർ, പുത്രിപുത്രന്മാർ, ഭാര്യമാർ എന്നിവർക്കും നിങ്ങളുടെ ഭവനങ്ങൾക്കും വേണ്ടി പോരാടുന്ന ഉന്നതനും ഭീതികരനുമായ കർത്താവിനെ ഓർക്കുവിൻ.
ഞങ്ങൾ ഇതെല്ലാം അറിഞ്ഞെന്നും അവരുടെ ഉപായം ദൈവം നിഷ്ഫലമാക്കിയെന്നും അവർ അറിഞ്ഞു. ഞങ്ങൾ പണി തുടർന്നു. അന്നു മുതൽ എൻ്റെ സേവകരിൽ പകുതി പേർ പണിയിലേർപ്പെടുകയും പകുതി പേർ കുന്തം, പരിച, വില്ല്, പടച്ചട്ട എന്നിവയുമായി കാവൽ നിൽക്കുകയും ചെയ്തു. മതിൽ പണിയിലേർപ്പെട്ട യൂദാജനത്തിൻ്റെ പിന്നിൽ നേതാക്കന്മാർ നിലയുറപ്പിച്ചു. ചുമട്ടുകാർ ഒരു കൈയിൽ ഭാരവും മറുകൈയിൽ ആയുധവും വഹിച്ചു. പണിയിലേർപ്പെട്ടവർ അരയിൽ വാൾ ധരിച്ചിരുന്നു. കാഹളക്കാർ എൻ്റെ സമീപം നിന്നു. പ്രമുഖന്മാർ, നായകന്മാർ, ജനം എന്നിവരോട് ഞാൻ പറഞ്ഞു, ജോലി ദുഷ്കരവും വിപുലവുമാണ്. മതിലിൻ്റെ പണിയിലേർപ്പെട്ട് നമ്മൾ പലയിടത്തായിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും കാഹളം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ചുറ്റും വന്നുകൂടുവേൻ. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പോരാടും. അങ്ങനെ ഞങ്ങൾ പണിയിൽ മുഴുകി. പകുതി പേർ പ്രഭാതം മുതൽ നക്ഷത്രങ്ങൾ തെളിയുന്നതുവരെ കുന്തം വഹിച്ചു നിന്നു. അപ്പോൾ ഞാൻ ജനത്തോട് പറഞ്ഞു, ഓരോ ആളും ഭൃത്യനോടുകൂടെ രാത്രി ജെറൂസലേമിൽ കഴിക്കുക. അങ്ങനെ രാത്രി കാവലും പകൽ ജോലിയും നടക്കട്ടെ. ഞാനും സഹോദരരും ഭൃത്യന്മാരും എന്നെ അനുഗമിച്ച കാവൽക്കാരും വസ്ത്രം മാറ്റിയില്ല. ഓരോരുത്തരും ആയുധം എന്തിയിരുന്നു. നെഹമിയ അധ്യായം 5. ദരിദ്രരുടെ പരാതി. ജനത്തിൽ പലരും സ്ത്രീ പുരുഷ ഭേദമന്യേ യഹൂദ സഹോദരന്മാർക്കെതിരെ ആവലാതി പറഞ്ഞു. ചിലർ പറഞ്ഞു, പുത്രിപുത്രന്മാരടക്കം ഞങ്ങൾ വളരെ പേരുണ്ട്. ജീവൻ നിലനിർത്താൻ ഞങ്ങൾക്ക് ധാന്യം തരിക. മറ്റു ചിലർ പറഞ്ഞു, ക്ഷാമം നിമിത്തം വയലുകളും മുന്തിരിത്തോപ്പുകളും വീടുകളും ഞങ്ങൾ ധാന്യത്തിനു വേണ്ടി പണയപ്പെടുത്തി. വേറെ ചിലർ പറഞ്ഞു, വയലുകളുടെയും മുന്തിരിത്തോപ്പുകളുടെയും മേലുള്ള രാജകീയ നികുതി അടയ്ക്കാൻ ഞങ്ങൾ കടം വാങ്ങിയിരിക്കുന്നു. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരെ പോലെ തന്നെയാണ്. ഞങ്ങളുടെ മക്കൾ അവരുടെ മക്കളെപ്പോലെയും. എന്നിട്ടും ഞങ്ങളുടെ പുത്രിപുത്രന്മാരെ ഞങ്ങൾ അടിമത്തത്തിലേക്ക് തള്ളിവിടുന്നു. ഞങ്ങളുടെ പുത്രിമാരിൽ ചിലർ അടിമകളായി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ നിസ്സഹായരാണ്. ഞങ്ങളുടെ വയലുകളും മുന്തിരിത്തോപ്പുകളും അന്യാധീനമാണ്. അവരുടെ ആവലാതി കേട്ട് എനിക്ക് കോപം തോന്നി. പ്രമാണിമാരുടെയും സേവകരുടെയും മേൽ കുറ്റമാരോപിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ സഹോദരന്മാരിൽ നിന്ന് പലിശ ഈടാക്കുന്നു. അവർക്കെതിരെ ഞാൻ സഭ വിളിച്ചുകൂട്ടി. ഞാൻ പറഞ്ഞു, ജനതകൾ വിലയ്ക്ക് വാങ്ങിയ യഹൂദ സഹോദരന്മാരെ കഴിവുള്ളിടത്തോളം നമ്മൾ വീണ്ടെടുത്തു. എന്നാൽ ഇനിയും നാം വീണ്ടെടുക്കേണ്ട വിധം നിങ്ങൾ അവരെ വിൽക്കുന്നു. ഒരു വാക്കുപോലും പറയാനില്ലാത്ത വിധം അവർ നിശബ്ദത പാലിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. ശത്രുജനതകളുടെ പരിഹാസത്തിന് ഇരയാകാതിരിക്കാൻ നിങ്ങൾ നമ്മുടെ ദൈവത്തോടുള്ള ഭക്തിയിൽ ചരിക്കേണ്ടതല്ലേ? കൂടാതെ ഞാനും സഹോദരന്മാരും ഭൃത്യരും അവർക്ക് പണവും ധാന്യവും വായ്പ കൊടുക്കുന്നു. പലിശ വാങ്ങൽ നമുക്ക് ഉപേക്ഷിക്കാം. അവരുടെ വയലുകളും മുന്തിരിത്തോപ്പുകളും ഒലിവുതോട്ടങ്ങളും ഭവനങ്ങളും പണം, ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയ്ക്ക് ഈടാക്കിയിരുന്ന ശതാംശവും ഇന്ന് തന്നെ അവർക്ക് തിരിച്ചു കൊടുക്കണം. അവർ പറഞ്ഞു, ഞങ്ങൾ അവ തിരിച്ചു കൊടുക്കാം. അവരിൽ നിന്ന് ഞങ്ങൾ ഒന്നും ആവശ്യപ്പെടുകയില്ല. അങ്ങ് പറയുന്നത് ഞങ്ങൾ അനുസരിക്കാം. അനന്തരം ഞാൻ പുരോഹിതന്മാരെ വിളിച്ച് അവരുടെ സാന്നിധ്യത്തിൽ തങ്ങളുടെ പ്രതിജ്ഞ നിറവേറ്റുമെന്ന് നേതാക്കന്മാരെ കൊണ്ട് ശപഥം ചെയ്യിച്ചു. ഞാൻ എൻ്റെ മടി കുടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ ശപഥം പാലിക്കാത്തവനെ ദൈവം ഇതുപോലെ അവൻ്റെ വീട്ടിൽ നിന്നും ജോലിയിൽ നിന്നും കുടഞ്ഞു കളയട്ടെ. അങ്ങനെ അവന് എല്ലാം നഷ്ടപ്പെടട്ടെ. അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് ജനം കർത്താവിനെ സ്തുതിച്ചു. അവർ പ്രതിജ്ഞ പാലിച്ചു. അർത്താക്സക്സസ് രാജാവിൻ്റെ 20-ാം ഭരണവർഷം ഞാൻ യൂദായിൽ ദേശാധിപതിയായി നിയമിക്കപ്പെട്ടതു മുതൽ അവൻ്റെ 32-ാം ഭരണവർഷം വരെ 12 വർഷത്തേക്ക് ഞാനോ എൻ്റെ സഹോദരന്മാരോ ദേശാധിപതിക്കുള്ള ഭക്ഷണവേതനം വാങ്ങിയില്ല. എൻ്റെ മുൻഗാമികളായ ദേശാധിപതികളാകട്ടെ ജനത്തിൻ്റെ മേൽ ഭാരം ചുമത്തുകയും 40 ഷെക്കൽ വെള്ളിക്ക് പുറമെ ഭക്ഷണവും വീഞ്ഞും ഈടാക്കുകയും ചെയ്തു. അവരുടെ സേവകർ പോലും ജനത്തെ ഭാരപ്പെടുത്തി. എന്നാൽ ദൈവത്തെ ഭയപ്പെട്ടതിനാൽ ഞാൻ അങ്ങനെ ചെയ്തില്ല. ഞാൻ മതിൽ പണിയിൽ ദത്തശ്രദ്ധനായിരുന്നു. ഞാൻ വസ്തുവകകൾ സമ്പാദിച്ചില്ല. എൻ്റെ ഭൃത്യന്മാരും ഈ ജോലിയിൽ ഏർപ്പെട്ടു. ചുറ്റുമുള്ള ജനതകളിൽ നിന്ന് വന്നവർക്ക് പുറമെ യഹൂദരും അവരുടെ നായകന്മാരുമായി 150 പേർ എന്നോടൊത്ത് ഭക്ഷിച്ചിരുന്നു. ഒരു ദിവസത്തേക്ക് ഒരു കാളയും കൊഴുത്ത 6 ആടുകളും
അതിനൊത്ത കോഴികളും ആണ് വേണ്ടിയിരുന്നത്. 10 ദിവസം കൂടുമ്പോൾ വീഞ്ഞു നിറച്ച തോൽക്കുടങ്ങൾ ധാരാളം ഒരുക്കിയിരുന്നു. എന്നിട്ടും ഭരണാധികാരിക്കുള്ള ഭക്ഷണവേതനം ഞാൻ ആവശ്യപ്പെട്ടില്ല. കാരണം ദുർവഹമായ ഭാരമാണ് ജനം താങ്ങിയിരുന്നത്. എൻ്റെ ദൈവമേ, ഞാൻ ഈ ജനത്തിനു വേണ്ടി ചെയ്തത് ഓർത്ത് എനിക്ക് നന്മ വരുത്തണമേ. നെഹെമിയ അധ്യായം 6. നെഹെമിയായ്ക്കെതിരെ ഗൂഢാലോചന. ഞാൻ കതക് കൊളുത്തിയില്ലെങ്കിലും മതിൽ പണിത് വിടവുകൾ അടച്ചു എന്ന് സൻബല്ലാത്തും തോബിയായും അറേബ്യനായ ഗഷേമും മറ്റ് ശത്രുക്കളും അറിഞ്ഞു. സൻബല്ലാത്തും ഗഷേമും എനിക്ക് സന്ദേശമയച്ചു, വരിക, ഓനോ സമതലത്തിൽ ഏതെങ്കിലും ഗ്രാമത്തിൽ വച്ച് നമുക്ക് ഒരു കൂടിക്കാഴ്ച നടത്താം. എന്നെ ഉപദ്രവിക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശ്യം. ഞാൻ ദൂതന്മാരെ അയച്ച് അവരോട് പറഞ്ഞു, ഞാനൊരു വലിയ കാര്യം ചെയ്യുകയാണ്, എനിക്ക് വരിക സാധ്യമല്ല. ഞാൻ ഇറങ്ങി വന്ന് പണിക്ക് മുടക്കം വരുത്തുന്നതെന്തിന്? അവർ 4 പ്രാവശ്യം ഈ സന്ദേശം അയക്കുകയും ഞാൻ ഇതേ ഉത്തരം നൽകുകയും ചെയ്തു. 5-ാം പ്രാവശ്യവും സൻബല്ലാത്ത് ഭൃത്യനെ തുറന്ന കത്തുമായി അയച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: നീയും യഹൂദന്മാരും എതിർക്കാൻ ഉദ്ദേശിച്ചാണ് മതിൽ പണിയുന്നതെന്നും നീ അവരുടെ രാജാവാകാൻ ഉദ്ദേശിക്കുന്നുവെന്നും ജനതകളുടെ ഇടയിൽ കേൾവിയുണ്ട്. ഗഷേമും അതുതന്നെ പറയുന്നു. യൂദായിൽ ഒരു രാജാവ് ഉണ്ടായിരിക്കുന്നുവെന്ന് നിന്നെക്കുറിച്ച് ജെറൂസലേമിൽ വിളംബരം ചെയ്യുന്നതിന് നീ പ്രവാചകന്മാരെ നിയോഗിച്ചിരിക്കുന്നു എന്നും കേൾക്കുന്നു. ഇവയെല്ലാം രാജസന്നിധിയിൽ അറിയിക്കും. അതിനാൽ വരിക, നമുക്ക് കൂടിയാലോചന നടത്താം. ഞാൻ അവന് മറുപടി നൽകി, നീ പറയുന്നതൊന്നും നടന്നിട്ടില്ല, എല്ലാം നിന്റെ സങ്കല്പമാണ്. ജോലി ചെയ്യാനാവാത്ത വിധം ഞങ്ങളുടെ കരങ്ങൾ തളർന്നു പോകും എന്ന് കരുതി അവർ ഞങ്ങളെ ഭയപ്പെടുത്താൻ ഉദ്യമിച്ചു. ദൈവമേ, അവിടുന്ന് ഇപ്പോൾ എൻ്റെ കരങ്ങൾ ശക്തിപ്പെടുത്തണമേ. വീട്ടുതടങ്കലിലായിരുന്ന ഷെമായായുടെ അടുത്ത് ഞാൻ ചെന്നു. അവൻ മെഹദാബേലിൻ്റെ പുത്രനായ ദലായായുടെ മകനാണ്. അവൻ എന്നോട് പറഞ്ഞു, നമുക്ക് ദേവാലയത്തിനുള്ളിൽ കതകടച്ച് ഇരിക്കാം. അവർ അങ്ങയെ കൊല്ലാൻ നോക്കുന്നു. രാത്രിയിൽ അവർ വരും. ഞാൻ പറഞ്ഞു, എന്നെപ്പോലുള്ള ഒരാൾ പേടിച്ചോടുകയോ എന്നെപ്പോലുള്ള ആരെങ്കിലും ദേവാലയത്തിനുള്ളിൽ ഒളിച്ച് ജീവൻ രക്ഷിക്കുമോ? ഞാൻ അത് ചെയ്യുകയില്ല. അവൻ്റെ വാക്കുകൾ ദൈവപ്രചോദിതമല്ലെന്നും തോബിയായും സൻബല്ലാത്തും കൂലിക്കെടുത്തതുകൊണ്ടാണ് എനിക്കെതിരെ പ്രവചിക്കുന്നതെന്നും എനിക്ക് മനസ്സിലായി. ഭയപ്പെട്ട് ഇപ്രകാരം പ്രവർത്തിച്ച് ഞാൻ പാപം ചെയ്യുന്നതിനും അങ്ങനെ എനിക്ക് ദുഷ്കീർത്തിയുണ്ടായി എന്നെ അവഹേളിക്കുന്നതിനും വേണ്ടി അവർ അവനെ കൂലിക്കെടുത്തതാണ്. എൻ്റെ ദൈവമേ, തോബിയായിക്കും സൻബല്ലാത്തിനും അവരുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നൽകണമേ. പ്രവാചികയായ നൊവാദിയായെയും എന്നെ ഭയപ്പെടുത്താൻ ഉദ്യമിച്ച മറ്റു പ്രവാചകന്മാരെയും ഓർക്കണമേ. മതിൽ പൂർത്തിയാകുന്നു. അങ്ങനെ 52-ാം ദിവസം ഏലൂൾ മാസം 25-ാം ദിവസം പണി പൂർത്തിയായി. ഇതറിഞ്ഞ് ഞങ്ങളുടെ ശത്രുക്കളും ചുറ്റുമുള്ള ജനതകളും ഭയപ്പെട്ടു. അവർക്ക് ആത്മവിശ്വാസം നശിച്ചു. ഞങ്ങളുടെ ദൈവത്തിൻ്റെ സഹായത്താലാണ് ഈ പണി നടന്നതെന്ന് അവർ മനസ്സിലാക്കി. അക്കാലത്ത് യൂദായിലെ ശ്രേഷ്ഠന്മാരും തോബിയായും തമ്മിൽ കത്തിടപാടുകൾ ഉണ്ടായിരുന്നു. അവൻ ആരായുടെ പുത്രൻ ഷെക്കാനിയായുടെ ജാമാതാവായിരുന്നു. തോബിയായുടെ പുത്രൻ യോഹനാൻ ബെറക്കിയായുടെ പുത്രൻ മെഷുല്ലാമിൻ്റെ മകളെയാണ് വിവാഹം ചെയ്തിരുന്നത്. അതിനാൽ യൂദായിൽ പലരും അവൻ്റെ പക്ഷത്തായിരുന്നു. അവർ എൻ്റെ മുൻപിൽ അവനെ പ്രശംസിച്ചു. ഞാൻ പറഞ്ഞവയെല്ലാം അവനെ അറിയിക്കുകയും ചെയ്തു. തോബിയ എനിക്ക് ഭീഷണിക്കത്തുകൾ അയച്ചുകൊണ്ടിരുന്നു. നെഹെമിയ അധ്യായം 7. മതിലിൻ്റെ പണി തീർന്നു. കതകുകൾ കൊളുത്തുകയും കാവൽക്കാരെയും ഗായകരെയും ലേവ്യരെയും നിയമിക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ സഹോദരൻ ഹനാനിയെയും കോട്ടകാവൽക്കാരുടെ അധിപനായ ഹനാനിയായെയും ജെറൂസലേമിൻ്റെ ഭരണമേൽപ്പിച്ചു. വിശ്വസ്തതയിലും ദൈവഭക്തിയിലും ഹനാനിയ അതുല്യനായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, വെയിൽ മൂക്കുന്നതുവരെ ജെറൂസലേമിൻ്റെ കവാടങ്ങൾ തുറക്കരുത്. കാവലുള്ളപ്പോൾ തന്നെ വാതിലുകൾ അടച്ച് കുറ്റിയിടണം. ജെറൂസലേം നിവാസികളെ ആയിരിക്കണം കാവൽക്കാരായി നിയമിക്കുക. അവർ താന്താങ്ങളുടെ ഭവനത്തിൻ്റെ എതിർവശത്ത് സ്ഥാനമുറപ്പിക്കണം. തിരിച്ചു വന്ന പ്രവാസികൾ. നഗരം വലുതും വിശാലവുമായിരുന്നു. നിവാസികൾ വിരളവും. വീടുകൾ പണിതിരുന്നില്ല. ശ്രേഷ്ഠന്മാരെയും നായകന്മാരെയും ജനത്തെയും വിളിച്ചുകൂട്ടി
അവരുടെ വംശാവലി തയ്യാറാക്കുവാൻ ദൈവം എന്നെ പ്രേരിപ്പിച്ചു. ആദ്യം മടങ്ങി വന്നവരുടെ വംശാവലി ഗ്രന്ഥം ഞാൻ കണ്ടെത്തി. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു: ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയവരിൽ സ്വനഗരങ്ങളിൽ മടങ്ങിയെത്തിയവർ. അവർ ജെറൂസലേമിലും യൂദായിലെ നഗരങ്ങളിലും മടങ്ങിയെത്തി. സെറുബാബേൽ, യേശുവ, നെഹെമിയ, അസറിയ, റാമിയ, നഹമാനി, മൊർദെഖായി, ബിൽഷാൻ, മിസ്പേരത്ത്, ബിഗ്വായി, നേഹും, ബാന എന്നിവരുടെ നേതൃത്വത്തിലാണ് അവർ വന്നത്. ഇസ്രായേൽ ജനത്തിന്റെ കണക്ക്: പറോഷ് കുടുംബത്തിൽ 2172, ഷെഫാത്തിയ കുടുംബത്തിൽ 372, ആരാ കുടുംബത്തിൽ 652, പഹാത്ത് മോവാബ് കുടുംബത്തിൽപ്പെട്ട യെശുവയുടെയും യോവാബിന്റെയും സന്തതികളായി 2818, ഏലാം കുടുംബത്തിൽ 1254, സാത്തു കുടുംബത്തിൽ 845, സക്കായ് കുടുംബത്തിൽ 760, ബിന്നൂയി കുടുംബത്തിൽ 648, ബേവായി കുടുംബത്തിൽ 628, അസ്ഗാഗ് കുടുംബത്തിൽ 2322, അദോനിക്കാം കുടുംബത്തിൽ 667, ബിഗ്വായ് കുടുംബത്തിൽ 2067, ആദിൻ കുടുംബത്തിൽ 655, ആദേർ എന്ന് അറിയപ്പെടുന്ന ഹെസക്കിയായുടെ സന്തതികൾ 98, ഹാഷിം കുടുംബത്തിൽ 328, ബസായ് കുടുംബത്തിൽ 324, ഹാറിഫ് കുടുംബത്തിൽ 112, ഗിബയൻ കുടുംബത്തിൽ 95, ബെത്ലഹേമിലെയും നെത്തോഫാഹിലെയും പുരുഷന്മാർ 188, അനാഥോത്തിലെ പുരുഷന്മാർ 128, ബെത് അസ്മാവത്തിലെ പുരുഷന്മാർ 42, കിരിയാത്തിയയാറിം, കെഫീറ, ബെറോത്ത് എന്നിവിടങ്ങളിലെ പുരുഷന്മാർ 743, റാമായിലെയും ഗേബായിലെയും പുരുഷന്മാർ 621, മിഖ്മാസിലെ പുരുഷന്മാർ 122, ബഥേലിലെയും ആയിയിലെയും പുരുഷന്മാർ 123, മറ്റേ നെബോയിലെ പുരുഷന്മാർ 52, മറ്റേ ഏലാം കുടുംബത്തിൽ 1254, ഹാറിം കുടുംബത്തിൽ 320, ജെറിക്കോ കുടുംബത്തിൽ 345, ലോദ്, ഹദീദ്, ഓനോ എന്നിവരുടെ സന്തതികൾ 721, സേനാ കുടുംബത്തിൽ 3930, പുരോഹിതന്മാർ യേശുവ കുടുംബത്തിൽ യദായയുടെ സന്തതികൾ 973, ഇമ്മർ കുടുംബത്തിൽ 1052, പാഷൂർ കുടുംബത്തിൽ 1247, ഹാഷിം കുടുംബത്തിൽ 1017, ലേവിയർ ഹോദവ കുടുംബത്തിൽ യേശുവയുടെയും കദ്മിയേലിന്റെയും സന്തതികൾ 74, ഗായകർ ആസാഫ് കുടുംബത്തിൽ 148, വാതിൽ കാവൽക്കാർ ഷല്ലൂം, ആദർ, തൽമോൻ, അക്കൂബ്, ഹത്തീത്ത, ശോബായ് എന്നിവരുടെ സന്തതികൾ 138, ദേവാലയ ശുശ്രൂഷകർ സീഹ, ഹസൂഫ, തബാവോത്ത്, കേറോസ്, സിയ, പാദോൻ, ലബാന, ഹഗാബ, ഷൽമായി, ഹാനാൻ, ഗിദൽ, ഗാഹാർ, റയായ, റസിൻ, നെക്കോദ, ഗസാം, ഉസ, പാസയ, ബേസായ്, മെയുനിം, നെഫുഷെസിം, ബഗ്ബുക്ക്, ഹക്കൂഫ, ഹർഹൂർ, ബാസ്ലിത്ത്, മെഹീദ, ഹർഷ, ബർക്കോസ്, സിസേറ, തേമ, നെസിയ, ഹക്കീഫ എന്നിവരുടെ സന്തതികൾ. സോളമന്റെ സേവകരുടെ പുത്രന്മാർ സോതായ്, സൊഫേറേത്ത്, പെരീദ, യാല, ദാർക്കോൻ, ഗിദൽ, ഷെഫാത്തിയ, ഹത്തീൽ, പൊക്കേരത് ഹസെബായിം, ആമോൻ എന്നിവരുടെ സന്തതികൾ. ദേവാലയ ശുശ്രൂഷകരും സോളമന്റെ സേവകന്മാരും ആകെ 392 പേർ. തെൽമേല, തെൽഹർഷ, കെരൂബ്, അദ്ദോൻ, ഇമ്മർ എന്നിവിടങ്ങളിൽ നിന്ന് വന്നവരാണ് താഴെ പറയുന്നവർ. എന്നാൽ തങ്ങളുടെ കുടുംബമോ കുലമോ കൊണ്ട് തങ്ങൾ ഇസ്രായേല്യരാണെന്ന് തെളിയിക്കാൻ അവർക്ക് സാധിച്ചില്ല. ദലായ, തോബിയ, നെക്കോദ എന്നിവരുടെ സന്തതികൾ 642. പുരോഹിതന്മാരുടെ പുത്രന്മാർ ഹൊബായ, ഹക്കോസ്, ബർസില്ലായ് എന്നിവരുടെ സന്തതികൾ. ബർസില്ലായ് കുടുംബക്കാരുടെ പൂർവികൻ ഗിലയാദുകാരൻ ബർസില്ലായുടെ പുത്രിയെ വിവാഹം ചെയ്തതിനാലാണ് അവർക്ക് ആ പേര് ലഭിച്ചത്. വംശാവലി പട്ടികയിൽ പേരില്ലാത്തതിനാൽ അവരെ അശുദ്ധരായി കരുതി പുരോഹിത ഗണത്തിൽ ഉൾപ്പെടുത്തിയില്ല. ഉറീമും തുമ്മീമും ഉള്ള ഒരു പുരോഹിതൻ വരുന്നതുവരെ വിശുദ്ധ ഭോജനത്തിൽ പങ്കുചേരുന്നതിൽ നിന്ന് ദേശാധിപതി അവരെ വിലക്കി.
ജനം ആകെ 42,360 പേർ. ഇതിനു പുറമെ അവരുടെ ദാസിദാസന്മാർ 7,337 പേരും ഗായികന്മാരായി 245 പേരും ഉണ്ടായിരുന്നു. 736 കുതിരകളും 245 കോവർ കഴുതകളും 435 ഒട്ടകങ്ങളും 6,720 കഴുതകളും ഉണ്ടായിരുന്നു. കുടുംബത്തലവന്മാർ ദേവാലയ നിർമ്മാണത്തിന് സംഭാവനകൾ നൽകി. ദേശാധിപതി 1000 ദാരിക് സ്വർണവും 50 ക്ഷാളനപാത്രങ്ങളും 530 പുരോഹിത വസ്ത്രങ്ങളും നൽകി. കുടുംബത്തലവന്മാർ നിർമ്മാണ നിധിയിലേക്ക് 20,000 ദാരിക് സ്വർണവും 2,200 മീന വെള്ളിയും നൽകി. മറ്റുള്ളവർ 20,000 ദാരിക് സ്വർണവും 2,200 മീന വെള്ളിയും 67 പുരോഹിത വസ്ത്രങ്ങളും നൽകി. പുരോഹിതന്മാർ, ലേവ്യർ, വാതിൽ കാവൽക്കാർ, ഗായകർ, ശുശ്രൂഷകർ തുടങ്ങി ഇസ്രായേല്യരെല്ലാം താന്താങ്ങളുടെ പട്ടണങ്ങളിൽ താമസിച്ചു. 7-ാം മാസമായപ്പോഴേക്കും ഇസ്രായേൽ ജനം താന്താങ്ങളുടെ പട്ടണങ്ങളിൽ വാസമുറപ്പിച്ചിരുന്നു.